ബഹുമാനീയരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമായതിനാൽ അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. തിരുവഴുത്തിൽ നമുക്കെവിടെയും കാണുവാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരെ ദൈവം സൂക്ഷിക്കുന്നതായിട്ടാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും എപ്രകാരമൊക്കെയാണ് ദൈവം അവരെ സൂക്ഷിക്കുന്നതെന്നും അവരെ പരിപാലിക്കുന്നതെന്നും അവരെ പോറ്റി പുലർത്തുന്നതെന്നൊക്കെയും നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോഴാണ് നാം കൂടുതലായി ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നതും ദൈവത്തിൽ കൂടുതലായി നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തിരുവഴുത്ത് പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവുമാണ് യഥാർത്ഥ സംരക്ഷണമെന്ന് ദൈവാധിപത്യ വ്യവസ്ഥയിലായിരുന്ന ഇസ്രായേൽ മക്കൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തെ നല്ലതുപോലെ പഠിക്കുകയും അറിയുകയും ചെയ്യുകയായിരുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. മോശ, യോശുവ, ദെബോര, ശിംശോൻ, ദാവീദ് ഇവരെയൊക്കെ ശക്തന്മാരാക്കിയത് ദൈവമാണ്. അവർ പ്രഭുക്കന്മാരിലൊന്നും ആശ്രയിച്ചില്ല. അവർ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചത്. കാരണം അവർ ചെയ്യുവാനുള്ള പ്രവൃത്തി ഒരു മനുഷ്യനും അവൻ്റെ സ്വന്തം ശക്തി കൊണ്ടോ അവന് പിന്നിലുള്ളതായ അധികാരം കൊണ്ടോ അവന് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം ഉള്ളതിനാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൽ ഇവരൊക്കെ ആശ്രയിക്കുകയാണ്. മോശ, യോശുവ, ദെബോര, ശിംശോൻ, ദാവീദ് ഇവരൊക്കെ വലിയ ശക്തന്മാരായ മനുഷ്യരായിരുന്നു. അവരെ ദൈവം നല്ലതുപോലെ ഉപയോഗിക്കുകയും ചെയ്തു. യോശുവയും ഇസ്രായേൽ മക്കളും കനാൻ ആക്രമിക്കുമ്പോൾ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത് ശക്തമായ ശത്രുക്കളും കോട്ടകളും കൂടിയ പട്ടണങ്ങളും ആയിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അതിശക്തമായ പട്ടണങ്ങളും കോട്ടകളും ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താന്റെ കോട്ടയൊക്കെ അതിശക്തമായിരുന്നു. കാരണം ശത്രു സൈന്യങ്ങൾ എളുപ്പം ഓടിയൊന്ന് ആ പട്ടണത്തിനകത്തേക്ക് കയറുവാൻ, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിന് അകത്തേക്ക് കയറുവാൻ, അവിടെയാണ് സകല സമ്പത്തുമുള്ളതും എല്ലാ ആയുധശേഖരങ്ങളും എല്ലാം ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടയ്ക്കകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശക്തമായ കോട്ടകൾ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നു. ആ കോട്ടകളൊക്കെ തകർക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ ദൈവം അനുകൂലമായി നിൽക്കുന്നതായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര ശക്തമായ കോട്ടയാണെങ്കിലും അതിനെ ഇടിച്ചു തകർക്കുവാനുള്ള ശക്തി ദൈവം കൊടുത്തതായി തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോശുവ എന്ന് പറയുന്ന ആ മനുഷ്യൻ യെരിഹോ മതിൽ തകർക്കുവാനായി ഒരു മനുഷ്യനും കഴിയുകയില്ല. കാരണം ഏതാണ്ട് 6 രഥങ്ങൾ ഒരേ സമയം ആ മതിലിന് മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുവാൻ തക്ക വീതി ഉണ്ടായിരുന്നു. അതുപോലെ ഉയരവുമുണ്ട്.
ആ മതിലൊക്കെ തകർക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് മനുഷ്യനെ കൊണ്ട്. അതിൽ ദൈവം അവരോട് അരുളി ചെയ്തത്, യോശുവയോട് പറഞ്ഞത്, 7 ദിവസം നിങ്ങൾ മതിലിന് ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു. 7-ാമത്തെ ദിവസം അവർ കാഹളമോടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഈ എരിഹോ മതിൽ, അതിഭയങ്കരമായ ആ മതിൽ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് താണുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ആ മതിലിന്റെ ശൂന്യശിഷ്ടങ്ങൾ അവിടെ കാണുവാനും കഴിയും. അങ്ങനെ അതിഭയങ്കരവും ശക്തവുമായ ഏത് പ്രതിരോധങ്ങളെയും അതിജീവിക്കുവാൻ മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരുന്നത് ദൈവമായിരുന്നു. ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം കോട്ടകളെ തകർക്കുവാൻ കഴിവുള്ളതായിരുന്നു എന്ന് ബൈബിൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അമോര്യരുടെയും ഹിത്യരുടെയും പെരിസ്യരുടെയും യെബൂസ്യരുടെയും കോട്ടകൾ കീഴടക്കുന്നതിന് ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. കാരണം അസാധ്യമായ കാര്യങ്ങളായിരുന്നു ഈ രാജ്യങ്ങളെ, അല്ലെങ്കിൽ അവരുടെ കോട്ടകളെ തകർക്കുകയും ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അതിഭയങ്കരമായ കാര്യം തന്നെയായിരുന്നു. അതിവർക്ക് അസാധ്യമായിരുന്നു എന്നല്ല. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ആ കോട്ടകളൊക്കെയും അവരുടെ മുൻപിൽ തകർന്നു വീണു. അവർ വിജയിക്കുവാൻ ഇടയായി എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അതിഭയങ്കരങ്ങളായ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രതികൂല സാഹചര്യം അവരുടെ മുൻപിൽ നിന്ന് നീങ്ങിപ്പോകും. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞെന്നാൽ അത് കടലിൽ ചാടിപ്പോകുമെന്ന്. അത് വിശ്വാസത്തോടു കൂടി പറയണമെന്ന് മാത്രം. ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഓരോ മനുഷ്യനും അന്ന് മാത്രമല്ല, ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം അവരെ സഹായിക്കുവാൻ, ദൈവം അവരുടെ സഹായകനായി അവരുടെ അടുത്തെത്തും, അവരെ സഹായിക്കുകയും അവരുടെ മുന്നിലായിരിക്കുന്ന ശക്തമേറിയ പ്രതികൂല സാഹചര്യത്തെ അവർക്ക് അനുകൂലമാക്കി കൊടുക്കുകയും ചെയ്യും. അവർ വളരെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു എന്ന്. കാരണം അപ്പോസ്തലനായ പൗലോസിനെ ശത്രുക്കൾ വധിക്കുവാനായി കാവൽ കാത്തു നിൽക്കുകയാണ്. പൗലോസിനെ എവിടെ വെച്ച് കണ്ടെന്നാലും അവിടെ വെച്ച് തീർത്തു കളയുക, വധിക്കുക എന്നുള്ള ചിന്തയുമായി ശത്രുക്കൾ പൗലോസ് ഇരിക്കുന്ന സ്ഥലത്തെ വളഞ്ഞ് അവന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ കുട്ടയിൽ ഇറക്കി അവനെ അയക്കുവാൻ ഇടയായി തീർന്നത്. ഇതുപോലെ ഓരോ അവസരങ്ങളിൽ കൂടിയും ദൈവം നമ്മെ രക്ഷിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവമാണ് ഇവിടെ നിന്ന് തന്നെ രക്ഷിച്ചയച്ചത് എന്ന്. അപ്രകാരം വിശ്വസിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം ദൈവത്തിലേക്ക് കൂടുതലായി അടുത്തു ചെല്ലുന്നതും നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണത്തെ നാം കാണുമ്പോൾ ദുർഘമായി പറയുന്നു. അവിടെ അതവരുടെ ഒരു ദുർഘമാണ്, സഹായമാണ്. അതിനാണ് ദുർഘമെന്ന് അവിടെ പറയുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും ആകുന്നു എന്ന്. ഇവിടെ ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായ ദാവീദ് തന്നെയാണ് പ്രകാരം പറയുന്നത്. കാരണം അതിഭയങ്കരമായ പ്രതികൂലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൈവം അവന് കോട്ടയും അനുകൂലവും സഹായകനുമായി ഇരുന്നത് കാരണമാണ് എന്ന് ഇവിടെ ദാവീദ് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം
പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരനെന്ന് പറയുന്നത് ദാവീദിനെ പറ്റി തന്നെയാണ്. സങ്കീർത്തനം 18:2 പറയുന്നത്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണവുമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു എന്ന്. ഇതെല്ലാം ഓരോ മനുഷ്യനെയും അതിജീവിക്കുവാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യങ്ങളാകുമ്പോൾ അവർ രക്ഷപ്പെടുന്നത്, ദൈവം അവരെ രക്ഷപ്പെടുത്തുന്നതായ കാര്യങ്ങളെയാണ് ഇവിടെ ദാവീദ് പറയുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു എന്ന് ഇവിടെ പറയുക. പരിചയം എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷപ്പെടുവാൻ, ശത്രുക്കളുടെ ആയുധങ്ങളെ നേരിടുവാനുള്ള ഒരു ഉപകരണമാണ് പരിച. അത് ദൈവം പരിചയായി ആ മനുഷ്യന് കാവൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കൊമ്പ് എന്ന് പറയുന്നത് അതും ദൈവത്തെ തന്നെയാണ്. അത് പഴയ നിയമത്തിൽ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഓരോ പുത്രന്മാർ ദൈവത്തിൻ്റെ കോപത്തിൽ അവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർ ഭയന്ന് ഓടിപ്പോയി ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ കെട്ടിപ്പിടിച്ചു കിടന്നു എന്ന് പറഞ്ഞാൽ, ദൈവമേ ഞങ്ങളെ നശിപ്പിച്ച് കളയരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട്. അതാണ് ഇവിടെ കൊമ്പെന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നതായ അവസ്ഥയാണ്. സങ്കീർത്തനം 31:3 പറയുന്നു, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ, നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പരിപാലിക്കണമേ എന്ന്. ദൈവത്തിൻ്റെ നാമം എപ്പോഴും ഉയർത്തേണ്ടതിന്, ദൈവം നമ്മെ പരിപാലിച്ച് നടത്തുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ പരിപാലിച്ചു, ദൈവം നമ്മളെ രക്ഷിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും അനേകം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ സഹായം തേടുന്നവരുമാണ്. ദൈവം സഹായിച്ചില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഇടറി വീഴുന്നവരും ആയിരിക്കും. കോട്ടയില്ലാതാക്കും എന്നത് കോട്ട കെട്ടിയ പട്ടണം നഷ്ടപ്പെടും എന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ കോട്ടയില്ലാതെയായി പോകുമ്പോൾ ആ പട്ടണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോയി. നമുക്കിപ്പോൾ പിടിച്ചു നിൽക്കുവാൻ ഒരു ബലവുമില്ല. നമുക്കൊരടി മുമ്പോട്ട് നടക്കുവാൻ കഴിയുന്നില്ല. അത്രയും നാം തളർന്ന അവശതയിലായിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഒരവസരത്തിലാണ് ഇവിടെ പറയുന്നത്, കോട്ട ഇല്ലാതെയാകും എന്നത്, കോട്ട കെട്ടിയ പട്ടണം നഷ്ടപ്പെടും എന്നതിൻ്റെ സൂചനയാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെശയ്യാപ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, എബ്രയീമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജത്വവും ഇല്ലാതെയാകും, അരാമിൽ ശേഷിക്കുന്നവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാണ്. ഇതൊക്കെയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മനുഷ്യനും ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ സഹായങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോഴാണ് നാം ദൈവത്തിലേക്ക് കൂടുതൽ വിശ്വസിക്കുകയും ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുകയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മളെ എല്ലായിടത്തു നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാറക്കോട്ടകൾ നീതിമാന്റെ അഭയസ്ഥാനമായിരിക്കും. പാറ കൊണ്ടുള്ള കോട്ടകൾ
അതിഭയങ്കരമായ ബലമേറിയതാണ്, അതിശക്തമാണ്. അതിനെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തകർത്തു കളയുവാൻ കഴിയുകയില്ല. അതിനാണ് ഇവിടെ പറയുന്നത്, പാറക്കോട്ടകൾ നീതിമാന്റെ അഭയസ്ഥാനമായിരിക്കുമെന്ന്. നീതിമാനായ ഒരു മനുഷ്യനെ ആർക്കും തകർത്തു കളയുവാൻ കഴിയുകയില്ല. അവനെ നിലപ്പരയാക്കി കളയുവാൻ ഒരുത്തർക്കും കഴിയുകയില്ല. കാരണം ഒരു മനുഷ്യനെ നീതിമാനാക്കുന്നത് ദൈവമാണ്. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസത്താൽ ദൈവം അവനെ നീതിമാനെന്ന് വിളിക്കുവാനിടയായി. വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് 33:16 പറയുന്നത്, പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും, അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയില്ല എന്നുള്ളതാണ്. കാരണം പാറക്കോട്ടകളെ തകർത്ത് അവൻ്റെ സമ്പത്തിനെ നശിപ്പിച്ചു കളയുവാനോ, അവൻ്റെ സുരക്ഷിതത്തെ തകർത്തു കളയുവാനോ, അവൻ്റെ സമാധാനമായ ജീവിത അന്തരീക്ഷത്തെ മനുഷ്യന് നശിപ്പിച്ചു കളയുവാനോ കഴിയുകയില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ അപ്പവും വെള്ളവും ഒരു നാളും മുട്ടിപ്പോവുകയില്ല. അതെപ്പോഴും ദൈവം അവന് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പാറപ്പുറത്തുള്ള കോട്ടകളുടെ ചുവരുകളെ പോലെ തകർക്കാനാകാത്ത സംരക്ഷണമാണ് അവന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നാം അവിടെ മനസ്സിലാക്കുവാൻ കഴിയണം. സങ്കീർത്തനം 71:3 പറയുന്നത്, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാവലിൽ ദൈവത്തിൻ്റെ പരിപാലനമുള്ള ഒരു മനുഷ്യനും ഒരിക്കലും നശിച്ചു പോകുകയുമില്ല. അവനെ ആർക്കും നശിപ്പിച്ച് കളയുവാനും കഴിയുകയില്ല. ആയതിനാൽ അവനിലുള്ളത് ദൈവത്തിലുള്ള ഉറപ്പായ വിശ്വാസം മാത്രമായിരിക്കണം വേണ്ടത്. ആ ഉറപ്പായ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം എപ്പോഴും അവനോട് കൂടെ വസിക്കും. ദൈവം അവനെ നടത്തുകയും തലമുറയോട് അവനെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഉറപ്പുള്ള കോട്ടകൾക്കകത്ത് ദൈവം നമ്മെ സുരക്ഷിതമായി പാർപ്പിക്കും. അതിനായി ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.